ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 7 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. താമസിച്ചാണ് എണീറ്റത്. ഇന്ന് ചേട്ടായിക്ക് വണ്ടിയെ പോകണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് താമസിച്ചാണ് എണീറ്റത്. അപ്പം ഇന്ന് നമുക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്നൊരു ചെറിയ ഫങ്ഷനുണ്ട് നമുക്ക്. ഇന്നൊരു പേരിടൽ ചടങ്ങുണ്ട്, അതിന് പോകണം. കൊച്ചിൻ്റെ മോളുടെ കൊച്ചിൻ്റെ. അപ്പോൾ ഇന്ന് അതിന് പോകണം. അപ്പം ചായക്ക് ഉണ്ടാക്കണം. ചായക്ക് ഉണ്ടാക്കിയിട്ടില്ല, പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് നമുക്ക് അവിടെ നിന്ന് കഴിക്കാമല്ലോ. എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് ബ്ലാക്ക് ടീ, അത് നിർബന്ധമാട്ടോ. ബ്ലാക്ക് ടീ വേണ്ട, കട്ടൻ ചായ അത് മതി. നിങ്ങൾ വിചാരിക്കും ഇതിന് കടുപ്പയില്ലെന്ന്. എനിക്ക് ലൈറ്റാട്ടോ ഇഷ്ടം, അതാ. എനിക്കധികം കടുപ്പം ഇഷ്ടമല്ല. പാൽ ചായക്കാണെങ്കിൽ എനിക്ക് കടുപ്പം വേണം, കട്ടൻ ചായക്ക് എനിക്ക് ലൈറ്റാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല ഞാൻ പുട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചായിരുന്നു. അത് കടുക് പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടും പരിപ്പും ഒരു താല്പര്യമൊന്നുമില്ല, പിന്നെ അതങ്ങ് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച്. പരിപ്പ് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എനിക്കിഷ്ടമാണ്, നമ്മൾ പിന്നെ എന്നും കഴിക്കുമല്ലോ. നമ്മളതാണ് ഉണ്ടാക്കിയത്. പിന്നെ പപ്പടവും വറുത്തായിരുന്നു കേട്ടോ. പരിപ്പ് കറിക്ക് ഇപ്പം ഇച്ചിരി വെള്ളം പോലെ തോന്നിയാലും അത് കുറുകും കേട്ടോ. ഇരുന്ന് കഴിയുമ്പോൾ കുറുകിക്കോളും. അപ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. നമുക്ക് കുറുകിയിട്ട് കിട്ടിയായിരുന്നു. നമ്മളിതേ പുട്ടുപൊടി നേരത്തെ തന്നെ കുതിരാനായിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പയ്യെ പുട്ടുണ്ടാക്കാനൊക്കെ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പ് ചേട്ടാ ഈ പാല് വാങ്ങിച്ചോട്ട് വരണതാണ്. ഞാൻ ഇപ്പുറത്ത് അടുപ്പായി ചായയാക്കി വെച്ചായിരുന്നു. പുട്ടതേ അടുപ്പത്തിരിക്കുന്നത്. നമ്മുടെ പരിപ്പ് കറിയൊക്കെ സെറ്റായി വന്നു കേട്ടോ. കുറുകിയൊക്കെ വന്ന് നല്ല തിക്നെസ്സായിട്ട് വന്ന്. പുട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കുവാണ് വേവിക്കാനായിട്ട്. പുട്ടൊക്കെ റെഡിയായി കേട്ടോ. പുട്ടൊക്കെ റെഡിയായി നമ്മൾ പാത്രത്തിലേക്ക് ആക്കി. നമ്മളിവിടെ അങ്ങനെ തേങ്ങ ഉപയോഗിക്കാറില്ല കേട്ടോ പുട്ടിന്. തേങ്ങ ഉപയോഗിക്കാത്ത വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. വെച്ചാലും എടുത്ത് കളയും, തേങ്ങ മാറ്റി കളയും, അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ പരിപ്പ് കറിയൊക്കെ ഇതിവിടെ സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഓക്കെ ആയിട്ടിരിപ്പുണ്ട്. അത് തയ്യാറാക്കിയപ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നിയെങ്കിലും ഇപ്പോൾ കുറുകിയപ്പോൾ അത് ഓക്കെ ആയി. നല്ലൊരു കട്ടിയൊക്കെ വന്നിട്ടുണ്ട്, തീരെ വെള്ളം പോലെ അല്ല. നമ്മൾ പരിപ്പൊക്കെ ആണെങ്കിലും വേവിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, കറി ആയി കഴിഞ്ഞ് വെള്ളം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും കേട്ടോ. നല്ല ചൂട് പുട്ടും പപ്പടം, ഞാൻ ഒരു പപ്പടവും കൂടെ വറുത്തായിരുന്നു കേട്ടോ. 2-3 ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ലോ കേട്ടോ. പരിപ്പ് കറിയൊക്കെ സൂപ്പറാണ്. അതുപോലെ പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് ഗൈസ്. ചേട്ടായി അക്കടുവാവേ നേരത്തെ പോയി കേട്ടോ. എനിക്ക് താമസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാമൊക്കെ ചെയ്ത് ഇറങ്ങാനായിട്ട് താമസമായിരുന്നു. പിന്നെ അതുകൊണ്ട് അവരെ നേരത്തെ വിട്ട്. പിന്നെ ചേട്ടായി വരും ഇപ്പം തന്നെ. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മളവിടെ ചെന്ന് കേട്ടോ. ഇത് ചേട്ടായുടെ അച്ഛൻ്റെ അനിയൻ്റെ വീടാട്ടോ. നമ്മളവിടെ നിൽക്കുവാണ്. തൊട്ടടുത്താണ് ഈ ഫങ്ഷൻ നടക്കുന്ന വീട്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുവാണ്. അപ്പോൾ അവരെല്ലാവരും ഹായ് കാണിക്കുവാണ്. എന്നെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്, ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കുടുവാവ ഉടുപ്പിലൊക്കെയാണ്, നല്ല ഉടുപ്പൊക്കെയാണ് ഇട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പുള്ളി അതൊക്കെ മാറി കേട്ടോ, ചൂടാന്ന് പറഞ്ഞിട്ട്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. 28 കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ അക്കുടുവാവ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തെന്നു. ചൂടെടുത്തിട്ട് വയ്യ. ആദ്യം അത് വേണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അലമ്പായിരുന്നു. ഉടുപ്പ് ഊരാൻ കഴിയത്തില്ല. പിന്നെ ചൂടെടുത്ത ആളാകെ ഇതായി. അതുകൊണ്ട് പിന്നെ ഇതിട്ട് കൊടുത്തു. നിക്കറും പിന്നീട് ഇട്ട് കൊടുത്താൽ പിന്നെ ഓക്കെ ആയി. പിന്നെ ഡാൻസും കളിയും പാട്ടും ഒക്കെ ആയി. നമുക്ക് ചടങ്ങ് തുടങ്ങാൻ സമയമായി കേട്ടോ.
അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് മാറിയിരിക്കുക കേട്ടോ, കാറ്റൊക്കെ കൊള്ളാനായിട്ട്. അപ്പോൾ പുറത്ത് സദ്യ കൊടുക്കുന്നുണ്ട്. സദ്യ റെഡിയായിരുന്നു. പുറത്ത് സദ്യ കൊടുക്കുവാണ്. ഇതൊക്കെ കൊച്ചിച്ചന്മാരൊക്കെ കേട്ടോ, അവരൊക്കെ എല്ലാവരും ഉണ്ണാനായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടായിയും എല്ലാവരും ഇരിക്കുന്നുണ്ട്, സനീഷണ്ണനും ഒക്കെ ഉണ്ട്. നമ്മൾ ഉണ്ണാനായിട്ടിരുന്നു കേട്ടോ. ഞാൻ സേതു കുഞ്ഞിയൊക്കെ കൂടിയാണ് ഇരുന്നത്. ഞങ്ങൾ ഉണ്ണാനായിട്ടിരുന്നു. ഉണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാണ്. ഭയങ്കര ചൂട് കാരണം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 28 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര വെയിലായിരുന്നു. വെയിലത്ത് വന്ന കാരണം നല്ല ക്ഷീണമായിരുന്നു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പം കുടുംബയോഗമുണ്ട്. കുടുംബയോഗത്തിനൊന്ന് പോകണം. ഒരു കുടുംബയോഗത്തിനൊരു 5 മണിയൊക്കെ 6 മണിയൊക്കെ ആകുമ്പോൾ പോകണം. സദ്യ കൊണ്ടുപോകാൻ ഭയങ്കര ക്ഷീണമായിപ്പോയി, കിടന്നു പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് പിന്നെ കുടുംബയോഗത്തിന് പോകണമെന്ന്. അപ്പം അതിന് റെഡിയായി. നമ്മളവിടെ ചെന്നു. അവിടെ ചെന്നപ്പം അവിടെ കണക്കും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. പിന്നെ വരവും ചിലവും പിന്നെ ടൂറ് പോണ കാര്യങ്ങളും ചിട്ടിയുടെയും അതൊക്കെ സംസാരിക്കുമായിരുന്നു അവർ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് സമയമായി കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.